ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു എണ്ണ കാച്ചുന്ന വിധമാണ് കേട്ടോ. ഞാനപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിരിക്കണതെന്ന് നോക്കാം കേട്ടോ. കരിഞ്ജീരകം, ഉലുവ, നെല്ലിക്ക, തേങ്ങ, മൈലാഞ്ചീൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീലാംബരി, ചെമ്പരത്തിൻ്റെ ഇലയും പൂവും, കറ്റാർ വാഴ, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയൊക്കെ നാടൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച കെമിക്കലാണ്, അപ്പോൾ നമുക്ക് അത്രയും ഫലം കിട്ടണമെന്നില്ല. ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, കറ്റാർ വാഴ, ജലം എന്നിവയിൽ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വെള്ളമൊന്നും പ്രത്യേകം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ എടുത്തിരിക്കണം. ഇതൊന്ന് ഇനി അരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇവിടെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ഷാളിലാണ് കേട്ടോ അരിച്ചെടുത്തിരിക്കുന്നത്. ഷാളിലോ തോർത്തിലൊക്കെ അടിച്ചെടുക്കാമെങ്കിൽ നമുക്ക് നീര് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അരിപ്പയിൽ ഇപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഇത്രയും നീര് കിട്ടണമെന്നില്ല കേട്ടോ. കരിഞ്ജീരകവും ഉലുവയൊക്കെ മാക്സിമം ഒഴിവാക്കാണ്ടിരിക്കുക കേട്ടോ. അതാണ് മുടിക്ക് ശരിക്കും നമുക്ക് സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത്. അതുപോലെ തന്നെ കരിഞ്ജീരകമൊക്കെ നമുക്ക് കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. മുടി ആരോഗ്യത്തോടു കൂടി വളരാനൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ ഈ കരിഞ്ജീരകവും ഉലുവയെന്ന് പറയുന്നതൊക്കെ. നമുക്ക് മുടിക്ക് തണുപ്പ് നൽകാനും ഒക്കെ ആകുമ്പോൾ, തണുപ്പ് ആകുമ്പോഴാണല്ലോ ശരിക്കും മുടി വളരുക. ചൂടായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ വളരുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താം. 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് ഇതിൽ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയുന്നത്. നമുക്ക് ആദ്യമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇഴുക്കലായിരിക്കും. ഇത് തിളച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ 1 മണിക്കൂറോളമൊക്കെ എടുക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇത് ചെയ്തതിന് ഏകദേശം 1 മണിക്കൂറോളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മളത് നോക്കുക, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തേച്ചിട്ടൊരു ഫലമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതെടുക്കുക. ഇപ്പോൾ എൻ്റെ എണ്ണ തിളച്ച് ഇതിൻ്റെ ആ ഇൻഗ്രീഡിയൻസും ഇതൊക്കെ ആ എണ്ണയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നേരം നമ്മളിതിങ്ങനെ കൈവിടാണ്ട് ഇളക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പാകം മനസ്സിലാകാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു തണ്ട് വേപ്പിലയോ അല്ലെങ്കിൽ തുളസിയിലയോ അങ്ങനെ എന്തെങ്കിലും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മിക്സറിനകത്തൊക്കെ കിടക്കണ വേപ്പിലയില്ലേ, നമ്മളത് കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് വരില്ലേ, അതാണ് കറക്റ്റ് പാകമെന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാകാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ആദ്യം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇഴുക്കൽ പോലെ ഉണ്ടെങ്കിൽ അതായിട്ടില്ല. അത് നമ്മൾ എടുത്ത് തിരുമ്മി നോക്കുമ്പോഴത്തേക്ക് തരിതരി പോലെ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പാകം. ഈ മണൽ പരുവമൊക്കെ ഇല്ലേ, അതാണ് മണൽ പരുവം എന്നാണ് ശരിക്കും അതിന് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പാകമായെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് കേട്ടോ ഈ എണ്ണക്കൂട്ടെന്ന ഈ ഹെയർ ഓയിൽ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ PCOS, PCOD, അതുപോലെ തന്നെ തൈറോയ്ഡ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ കഴിവതും നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ മുടി കൊഴിയുന്നത്. അപ്പോൾ അത്